ശ്രീ യുവരാജ് ഗോകുൽ, നിങ്ങളിപ്പോൾ BJP-യിലേക്ക് ക്ഷണിക്കുന്നു, കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ അക്കരപ്പച്ച തേടി പോകുന്ന ഒരാൾ മാത്രമാണ് മനു തോമസ്, അതുകൊണ്ട് വിളിച്ചു പറയുന്നതൊന്നും വിശ്വസിക്കേണ്ടതില്ല എന്ന മറുപടി തൃപ്തികരമാണോ? അതായത് ഇപ്പോൾ CPM-നുമായി ബന്ധപ്പെട്ട് CPM-നുള്ളിൽ തന്നെ DYFI-യുടെ വിവിധ യൂണിറ്റുകളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ലഹരിക്കെതിരെയുള്ള കൊട്ടേഷനെതിരെയുള്ള റാലിയൊക്കെ സംഘടിപ്പിച്ചൊരു ശുദ്ധീകരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഒരു യുവാവ്, DYFI-യുടെ ജില്ലാ പ്രസിഡന്റ്, ഒരു ദിവസം പെട്ടെന്നിറങ്ങി പോവുകയായിരുന്നില്ല. അതായത് ഒരു സ്വാഭാവികമായ, ആരും അറിയാതെ, കമ്മിറ്റികളിൽ പങ്കെടുക്കാതെ സംഘടനാ നടപടിക്ക് സ്വാഭാവികമായി വിധേയനായി ഇറങ്ങിപ്പോയി മൗനമായി ഇരിക്കാൻ ശ്രമിച്ച ഒരാളാണ്. പറയുന്നതെല്ലാം പാർട്ടി വിരുദ്ധത എന്ന് മാത്രം ഗണിക്കേണ്ടതുണ്ടോ? മാധു, ഇതിനകത്ത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ് ഈ കേസ് എന്ന് പറയുന്നത്. ഒന്ന്, അദ്ദേഹം ജോസഫ് സി മാത്യു സാർ അദ്ദേഹം ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതുമായി ബന്ധം ഇതൊരു ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ട് വന്നതാണ് എന്ന് തോന്നുന്നില്ല. പക്ഷെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം CPM-നകത്ത് ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ഘടകകക്ഷികൾക്കകത്ത് നിന്ന് തന്നെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ CPI-യുടെ തന്നെ പല ജില്ലാ കമ്മിറ്റികൾ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. CPM-ൻ്റെ അകത്ത് നിന്ന് തന്നെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പാർട്ടി സെക്രട്ടറി തന്നെ ഏതാണ്ട് ആ തലത്തിലുള്ള പ്രസ്താവനകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ CPM പോലുള്ള ഒരു കേഡർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെ പോലൊരു വ്യക്തി എത്രയോ കാലങ്ങളായിട്ട് 2 പതിറ്റാണ്ടിലധികമായിട്ട് ആ പാർട്ടിയെ തൻ്റെ ഉള്ളം കയ്യിൽ നിർത്തിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ പോകാൻ സാധിക്കുന്ന ഒരു പ്രസ്ഥാനമാണതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും ഈ പറയുന്ന ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള പൊട്ടിത്തെറികൾ ഒരു ഭാഗത്ത് നിന്ന് വരുമ്പോൾ തനിക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സാധ്യതകൾ ഉണ്ടാകാൻ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൂടി ഒരു വശത്തുകൂടി വരുന്നുണ്ടാകാം. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 6-7 വർഷങ്ങളായിട്ട് കേരളത്തിൽ, പർട്ടിക്കുലർലി വടക്കൻ കേരളത്തിൽ, ഞാൻ ഏതെങ്കിലും ഒരു ജില്ലയുടെ പേരായിട്ടൊന്നും പറയുന്നില്ല, പർട്ടിക്കുലർലി വടക്കൻ കേരളം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ സ്വർണ്ണക്കടത്ത് പൊട്ടിക്കലും ഒക്കെ ഒരു വലിയ ഉപജീവന മാർഗമായിട്ട്, വലിയൊരു കച്ചവടമായിട്ട് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 6-7 വർഷത്തിനിടയിൽ കേരളത്തിൽ ഏറ്റവും അധികം പടർന്ന് പന്തലിച്ച വ്യവസായം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ സ്വർണ്ണക്കടത്തും ഈ സ്വർണ്ണക്കടത്തിനെ പൊട്ടിക്കുന്നതുമാണ്. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് വലിയൊരു വ്യവസായമായിട്ട് മാറിയിരിക്കുന്നത്. ഇതിന് കൃത്യമായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള കവറിങ് ആരാണ് കൊടുക്കുന്നത്? ഇപ്പൊ ജെയിൻ രാജ് ഇദ്ദേഹത്തിനെതിരെ മനുവിനെതിരായിട്ട് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. വക്കീൽ നോട്ടീസ് അയക്കാനുള്ള ധൈര്യം എന്താണ്? ഇപ്പോൾ അദ്ദേഹം പൊട്ടിക്കൽ സംഘത്തിന്റെ ഭാഗമാണ് എന്നാണ് ജെയിൻ രാജ് പൊട്ടിക്കൽ സംഘത്തിന്റെ ഭാഗമാണെന്നാണ് മനു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഈ ആരോപണം തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ആരാണ് തെളിയിക്കേണ്ടിയിരുന്നത്? ശരിക്കും പറഞ്ഞാൽ കേരള പോലീസ് ഉൾപ്പെടെയുള്ള ആൾക്കാരാണല്ലോ അതിനകത്ത് പിടിക്കേണ്ടതും അതിനകത്ത് നടപടിയെടുക്കേണ്ടതും. കേരള പോലീസ് ആരുടെ കയ്യിലായിരിക്കുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന പല സംസ്ഥാനത്തിൻ്റെ പോലീസ് സംവിധാനങ്ങളായിരുന്നാലും ശരി തന്നെയാണ്, CPM സംവിധാനങ്ങളായിരുന്നാലും ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും മുമ്പോട്ട് പോകില്ല. ശരി, പക്ഷേ അവിടെ എവിടെയാണ് മനു തോമസ് നിങ്ങൾക്ക് ഇത്ര പ്രിയങ്കരനാകുന്നത്? അല്ല, ഞാൻ അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇത് പ്രിയങ്കരനാകുന്നതിന്റെ വിഷയമൊന്നുമല്ല. BJP ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. BJP ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ സാധ്യതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരിശോധിച്ച് നോക്കും. അത് മറ്റൊരു വശമാണ്. ഉപയോഗിക്കാമായിരുന്ന ഒന്ന് അതിനുശേഷം മാത്രം ഉപയോഗിക്കുന്നു. അല്ല, അതിലേക്കാണ് മാധു ഞാൻ വരുന്നത്. കാരണം ഇപ്പോൾ കുറച്ചു നേരത്തെ ശ്രീ റെജി ലൂക്കോസ് ഉൾപ്പെടെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എന്താണല്ലോ ശ്രീ ജയരാജൻ, ഇദ്ദേഹം പാർട്ടി വിരുദ്ധനാണ്. മനു തോമസ് പാർട്ടി വിരുദ്ധനാണ്, അദ്ദേഹത്തിന് ആ രീതിയിലേക്ക് തന്നെ കൈകാര്യം ചെയ്തോളൂ എന്നുള്ള തലത്തിലേക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ തിരിച്ച് ജയരാജൻ സഖാവിനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ ആകാശ് തില്ലങ്കേരി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന് ഒരു വലിയ കൊട്ടേഷൻകാരനാണ് എന്ന് വിളിച്ചു പറഞ്ഞത് CPM-കാർ തന്നെയാണ്. ഈ ആകാശ് തില്ലങ്കേരി ആ രീതിയിൽ കൈകാര്യം ചെയ്തുകൊള്ളാൻ, ഇത് ഒരു പാർട്ടി വിരുദ്ധനാണ്, ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തുകൊള്ളാൻ ജയരാജൻ എപ്പോഴെങ്കിലും പറയുന്നത് നമ്മളാരെങ്കിലും കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ അർജുൻ ആയങ്കി എന്ന് പറയുന്നയാൾ, ഈ അർജുൻ ആയങ്കിയെ സ്വർണ്ണക്കടത്ത് പൊട്ടിക്കൽ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേരള പോലീസ് തന്നെ അറസ്റ്റ് ചെയ്ത ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അർജുൻ ആയങ്കി പാർട്ടി വിരുദ്ധനായി മാറിയിട്ടുണ്ട്. ഈ അർജുൻ ആയങ്കി അങ്ങനെ തന്നെ കൈകാര്യം ചെയ്തുകൊള്ളാൻ ഇവർ പറയുന്നത് നമ്മൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. പകരം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ജയരാജനെതിരെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മനു തോമസ് ഒരു പാർട്ടി വിരുദ്ധനായെന്നാണ്. ഈ മനു തോമസ് പാർട്ടിയിൽ നിന്ന് എങ്ങനെയാണ് പുറത്തു പോകുന്നതെന്നുള്ള കാര്യം ജയരാജൻ സഖാവ് തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് അത് കുറിച്ചിട്ടുണ്ട്. എന്താണ് എഴുതിയിരിക്കുന്നത്? ഇദ്ദേഹം ഒരു കച്ചവടം നടത്തി,
മതി, 2 കട എന്തോ നടത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്, CPM-ൽ പ്രവർത്തിക്കുമ്പോൾ ഫുൾ ടൈം പ്രവർത്തിക്കുന്നതിന് പകരം ഇദ്ദേഹം 2 കട നടത്തി, അതായത് ഒരാൾ തൊഴിൽ ചെയ്ത് ജീവിച്ചു എന്നുള്ളതാണ് അയാൾക്കെതിരായിട്ട് ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന് ഒരു കാരണമായിട്ട് ജയരാജൻ സഖാവ് പറഞ്ഞിരിക്കുന്നത്. ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതൊക്കെ CPM-നകത്ത് ഒരു ക്രിമിനൽ കുറ്റമാണ് എന്നുള്ള കാര്യം ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ ഇപ്പോഴാണ് മനസ്സിലായി വരുന്നത്. അപ്പോൾ ആ തരത്തിലാണ് ആ ചെറുപ്പക്കാരൻ ആ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നൊരു സാഹചര്യമുണ്ട് എന്നുള്ളതെങ്കിൽ, അദ്ദേഹം പറയുന്നത് വളരെ ജെനുവിനായിട്ടാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അദ്ദേഹത്തോട് സംസാരിക്കുക എന്ന് പറയുന്നത് BJP-യുടെ നേതാക്കളുടെ കടമയാണ്, അവരത് ചെയ്യും. ശരി.